വൈകിട്ട് സൗൺ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും വീട്ടിലെല്ലാം തന്നെ ഹീജു മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സയോൺ അവിടെ ഉണ്ടായിരുന്ന സോഫയിലേക്ക് ഇരുത്തിയതിനു ശേഷം അവളും ഒരു എഗ്രിമെന്റ് ഒക്കെ അവന് കാണിച്ചു കൊടുക്കുന്നു. നേരത്തെ സയോൺ ഏത് രീതിക്കുള്ള എഗ്രിമെന്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഒക്കെയാണ് ഇത്. സയോൺ ഏത് കാരണവശാലും ഡിവോഴ്സിന് വേണ്ടി അപേക്ഷിക്കുവാനായിട്ട് പാടില്ല. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പാടില്ല. നമ്മൾ വിവാഹം കഴിഞ്ഞ കപ്പിളാണ് എന്ന് ഈ ഒരു ലോകത്തിന് മുമ്പിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു നിയമം നീ തെറ്റിക്കുകയാണെങ്കിൽ അതിന്റെ പെനാൽറ്റി ആയിട്ട് 2 ബില്യനൊക്കെ നീ നൽകേണ്ടതായിട്ടുണ്ട് എന്ന് ഹീജു അവനോട് പറയുന്നു. ഒരിക്കലും ഹീജുവിന്റെ അടുത്ത് നീ എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന രീതിക്കൊക്കെ സോൺ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഹീജുവിന് അതിനെക്കുറിച്ചെല്ലാം തന്നെ മനസ്സിലായിട്ടുള്ളത്. എന്തായാലും നിനക്ക് എന്റെ അടുത്ത് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത് 3 വർഷം മുമ്പായിരുന്നു. നീ തന്നെ അല്ലായിരുന്നോ എന്നയുടെ അടുത്ത് DNA റിസൾട്ട് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് ഹീജുവും ചോദിക്കുന്നു. മാത്രല്ല ഹീജുവും സയോൺ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്ന മെസ്സേജസ് എല്ലാം തന്നെ ഇപ്പോൾ അവനെ കാണിച്ചു കൊടുക്കുകയാണ്. ശരിക്കും എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീജുവിന്റെ വിവാഹമൊക്കെ നിശ്ചയിച്ച കാര്യമെല്ലാം തന്നെ സയോൺ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇനെ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാനായിട്ട് അവൾക്ക് DNA റിസൾട്ട് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രല്ല ഇതുപോലെ ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് പകരമായിട്ട് ഹീജുവിനെ വിവാഹം കഴിക്കണമെന്നും കൂടി സയോൺ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. സോ ഞാനും എനിക്ക് പകരമായിട്ട് വന്നതായിരുന്നില്ല, മറിച്ച് ആദ്യം മുതലേ ഞാനും നിന്റെ വൈഫ് ആയിരുന്നു അല്ലേ. എന്തായാലും ഈ ഒരു പ്രശ്നം എല്ലാം തന്നെ അവസാനിച്ച് കഴിയുമ്പോഴത്തേക്കും നീ എന്നെ ഒന്നും കൂടി വിവാഹം കഴിച്ച് നിന്റെ വൈഫ് ആക്കാമോ എന്ന് ഹീജു ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ അവസാനിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും നിന്നെ പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കുമെന്ന് സയോണും പറയുന്നു. പിന്നീട് അവർ കിസ്സും ചെയ്യുന്നു. അടുത്തതായിട്ട് പാർക്കിനെയാണ് കാണിക്കുന്നത്. നിലവിൽ പോലീസിന് 4 കുട്ടികളുടെ ബോഡീസ് ഒക്കെയാണ് ലഭിച്ചിട്ടുള്ളത്. സാങ്വുവും 3 കുട്ടികളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നാലാമത്തേത് പാർക്കിന്റെ ട്വിൻ ബ്രദർ ആയിരുന്നു. അവിടെ നിന്നും കിട്ടിയ സാധനങ്ങളെല്ലാം തന്നെ പാർക്കിനെ കാണിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഷൂസ് ഒക്കെ വെച്ചിട്ട് തന്റെ സഹോദരനാണ് അതേ എന്ന് പാർക്കും ഐഡന്റിഫൈ ചെയ്യുന്നു. അതായത് പാർക്കിന്റെ സഹോദരൻ ബംഗ്ലാവിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നെന്ന കാര്യം എല്ലാം തന്നെ അവനും അറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു ബംഗ്ലാവിലേക്ക് തന്റെ സഹോദരനെ അന്വേഷിച്ചു വന്ന സമയത്ത് ഒരു ചെരുപ്പ് മാത്രമായിരുന്നു അവന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സോ സഹോദരന് വേണ്ടി അന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചെല്ലാം തന്നെ ഇപ്പോൾ പാർക്കും ഓർക്കുകയാണ്. സയോണും ഈ ഒരു പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം ഹീജുവുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് പാർക്കിനെയും അറിയിക്കുന്നു. പക്ഷെ പാർക്കും ഇതിനു മുമ്പ് ഒന്ന് സൂയിസൈഡ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ സഹോദരൻ മരിച്ചുപോയി എന്ന് വെച്ചിട്ട് നീ നിന്റെ ജീവിതം ഇല്ലാതാക്കരുത്. ഇതിനെല്ലാത്തിനും കാരണം റിയൽ ആയിട്ടുള്ള സയോണാണ്. അവനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതായിരിക്കുമെന്ന് സയോൺ പറയുമ്പോഴത്തേക്കും റിയൽ സയോണെ എത്രയും വേഗം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം എന്ത് വേണമെന്ന് പിന്നീട് ഞാൻ തീരുമാനിച്ചോളാം. എന്തായാലും നീ എല്ലാം ശരിക്കുമുള്ള സയോണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പാർക്കും അറിയിക്കുന്നു. പാർക്കും റിയൽ ആയിട്ടുള്ള സയോണിന്റെ വണ്ടിയിലും ഫോണിലും ഒക്കെ ആയിട്ട് ട്രാക്കർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസും ഇപ്പോൾ ആ ഒരു ട്രാക്കർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് റിയൽ സയോൺ എവിടെയാണെന്ന് കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഹീജുവും ഇനയും ഒന്നിച്ചിപ്പോൾ അച്ഛന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അച്ഛനോട് നടന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ അവരും ചോദിക്കുന്നു. ഹീജു അച്ഛന്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിച്ചിട്ട് പോലും അച്ഛന് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. സോ അവൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുമെന്ന സത്യം എല്ലാം തന്നെ അച്ഛന് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന കാര്യം ഇനിയും മനസ്സിലാക്കുന്നു. അന്ന് ഞങ്ങളുടെ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ചെയർമാൻ തന്നെ ആയിരുന്നു എന്നൊക്കെ ഇനിയും അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ അവനും ഓർക്കുന്നു. ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചതിന് ശേഷം ആ ഒരു ആക്സിഡന്റ് സംഭവിക്കുവാൻ കാരണക്കാരനായിട്ടുള്ള വണ്ടി ഡ്രൈവറെ അന്വേഷിച്ച് ഫിലിപ്പീൻസ് വരെയൊക്കെ അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു. അയാളെ കൊല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ അയാളുടെ അടുത്തു നിന്നും ചെയർമാനായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു വണ്ടിയൊക്കെ ഇടിപ്പിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന കാര്യം എല്ലാം തന്നെ അച്ഛനും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കയ്യിലുള്ള തോക്കുമായിട്ട് സയോന്റെ മുത്തശ്ശനെ കൊല്ലുവാനായിട്ട് നിൽക്കുകയാണ് അച്ഛനും. പക്ഷെ ഈ ഒരു സയോന്റെ മുത്തശ്ശൻ പ്രസിഡന്റ് ആകുവാനായിട്ടൊക്കെ മത്സരിക്കുവാനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കെ അച്ഛനും അതിനുവേണ്ടി ഒരുപാട് പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ സയോന്റെ മുത്തശ്ശനെ കൊല്ലുകയാണെങ്കിൽ അച്ഛന് പണം എല്ലാം തന്നെ നഷ്ടപ്പെടുന്നതായിരിക്കും. അതിന് പകരമായിട്ട് മറ്റൊരു കാര്യമായിരുന്നു ചെയർമാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അച്ഛനെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു മകനെയാണ്. അതുകൊണ്ട് തന്നെ ചെയർമാന്റെ കൊച്ചുമകനെ കൊന്നിരിക്കുന്നു എന്ന രീതിക്ക് സംസാരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ 2 പേരുടെ സൈഡിൽ നിന്നും കുട്ടികൾ മരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാമെന്ന രീതിക്കാണ് ചെയർമാനെ സംസാരിക്കുന്നത്. അതായത് റിയൽ ആയിട്ടുള്ള സാണ് മരിച്ചത് കൊണ്ട് തന്നെ ആയിരുന്നു അവരുടെ അടുത്ത് ശത്രുത ഒന്നുമില്ലാതെ അച്ഛനും പെരുമാറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അച്ഛനും ആ ഒരു സത്യങ്ങളൊന്നും തന്നെ തുറന്നു പറയുവാനായിട്ട് നിൽക്കുന്നില്ല. ഇനി മുത്തശ്ശൻ മരിച്ചിട്ട് 1 വർഷമൊക്കെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ചടങ്ങുകളൊക്കെ മുത്തശ്ശന്റെ വീട്ടിൽ വെച്ച് നടക്കുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ ആ ഒരു വീട്ടിലേക്ക് എത്തുന്നു.
പക്ഷെ അച്ഛൻ അവിടേക്ക് തോക്കുമായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഹീജോനും എന്തോ ഒരു പ്രശ്നമൊക്കെ തോന്നുന്നത് കൊണ്ട് തന്നെ അവളും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ സയോണി മെസ്സേജ് അയച്ച് അറിയിക്കുന്നു. അച്ഛനും കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ചിട്ട് ചെയർമാന്റെ ഫോട്ടോ ഇട്ടൊക്കെ വെടിവെച്ചതിന് ശേഷം, നിന്റെ മകൻ നിന്റെ ഫാമിലിയിൽ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ അവനെ ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു നിമിഷമൊക്കെ എത്തിയിരിക്കുകയാണ്. നിന്റെ മകൻ ജീവനോടെ ഉണ്ടെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവനെങ്ങ് വിട്ടതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനും ഇപ്പോൾ സയോയുടെ അച്ഛന്റെ നെറ്റിയുടെ മുകളിലായിട്ട് തോക്കൊക്കെ ചൂണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് വീടിനകത്ത് വെച്ച് ഒരു സ്ഫോടനമൊക്കെ നടക്കുന്നു. യഥാർത്ഥത്തിൽ അമ്മ ആ ഒരു വീട്ടിലേക്ക് വന്ന സമയത്ത് തന്നെ അവിടെ റിയൽ ആയിട്ടുള്ള സൗണ്ട് നിൽക്കുന്നത് അമ്മ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മ അതൊന്നും തന്നെ കാര്യമാക്കാതെയൊക്കെയായിരുന്നു അകത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. സോ റിയൽ സൗണ്ട് ഈ ഒരു വീടിനകത്ത് തന്നെയുണ്ട്. അവനായിരുന്നു ഇതുപോലെ സ്ഫോടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നതും. അങ്ങനെ ഇരിക്കെ പോലീസും ഏത് സ്ഥലത്താണ് റിയൽ സൗണ്ട് ഉള്ളതെന്നൊക്കെ ട്രാക്ക് ചെയ്തിട്ട് ആ ഒരു വിവരം എല്ലാം തന്നെ സയോനെ അറിയിച്ച് കഴിയുമ്പോഴത്തേക്കും സയോൺ പോയിക്കൊണ്ടിരിക്കുന്ന മുത്തശ്ശന്റെ വീട്ടിൽ തന്നെയാണ് അവൻ ഉള്ളതെന്ന സത്യം സയോണ് മനസ്സിലാക്കുന്നു. സയോണും മുത്തശ്ശന്റെ വീട്ടിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും പലരും വീട്ടിൽ നിന്നും വെളിയിലേക്കൊക്കെ ഓടുന്നതായിരുന്നു അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല കൂടുതൽ അകത്തേക്കൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഹിജുനെ കാണുന്നില്ല എന്ന് ഇനിയും അവനെ അറിയിക്കുന്നുണ്ട്. ഹിജുനെ അന്വേഷിച്ച് സയോൺ നിൽക്കുമ്പോഴത്തേക്കുമായിരുന്നു റിയൽ സയോണും അവനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും നിന്റെ വൈഫിനെ കൊല്ലുവാനായിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിയൽ സയോണും ഇരിക്കുന്നു. ഹിജു ആയിരുന്നു വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും റിയൽ സയോൺ അവളുടെ കഴുത്തിൽ കത്തിയൊക്കെ വെച്ചിരിക്കുകയാണ്. എന്റെ മുത്തശ്ശൻ നിന്നെ പോലുള്ള ഒരു കൊച്ചുമോനെ വേണമെന്നൊക്കെയാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ അയാളുടെ ആഗ്രഹം സാധിക്കുവാനായിട്ട് ഞാൻ സമ്മതിക്കുകയില്ല. നീയും ശരിക്കും അനുഭവിക്കണം. എന്നെ ഒരിക്കൽ മുത്തശ്ശൻ കൊല്ലുവാനായിട്ട് ശ്രമിച്ച സമയത്ത് നീ വെറുതെ ഞാൻ മരിക്കുന്നത് നോക്കി നിൽക്കുക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ അനുഭവിച്ച ആ ഒരു വേദന നീയും മനസ്സിലാക്കണം. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പ്രതികാരമൊക്കെ ചെയ്യുവാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞ റിയൽ സയോൺ ഇരിക്കുമ്പോഴത്തേക്കും ഹീച്ചു ഉള്ള ലൊക്കേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടേക്ക് പോകുവാനായിട്ട് നിൽക്കുകയാണ് സയോണും. പക്ഷേ നീ എന്നെ അന്വേഷിച്ച് എന്റെ പിന്നാലെ വരേണ്ട കാര്യമില്ല. ഒരിക്കലെങ്കിലും നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഹീച്ചു വണ്ടിയൊക്കെ വളരെയധികം സ്പീഡിൽ വിടുകയാണ്. ഈ ഒരു പ്രശ്നത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെ ഞാനായിട്ട് തന്നെ ഇത് അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവളും വണ്ടിയൊക്കെ സ്പീഡിൽ വിട്ട് അത് ഒരിടത്ത് കൊണ്ടുപോയി ഇടിപ്പിക്കുന്നു. അങ്ങനെ ആ ഒരു സീനിന് ശേഷം അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്കും പോലീസും ടീമും എല്ലാം തന്നെ ഹീജയുടെ വണ്ടിയൊക്കെ ഇപ്പോൾ വെള്ളത്തിൽ നിന്നും കണ്ടെടുത്തിരിക്കുകയാണ്. പക്ഷെ വണ്ടിക്കുള്ളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സയോന്റെ വൈഫിനെ ഒരാൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതിനു ശേഷമാണ് ഈ ഒരു അപകടം നടന്നതെന്നും ഇയാളാണ് കിഡ്നാപ്പ് ചെയ്തതെന്നും പറഞ്ഞിട്ട് അയാളുടെ രൂപരേഖയൊക്കെ ചാങ്ങും ടിവിയിൽ കാണിക്കുന്നുണ്ട്. സയോണും ഒരു പ്രസ് മീറ്റിനായിട്ട് എത്തുകയാണ്. സയോണെ കാണുമ്പോഴത്തേക്കും എല്ലാ ചാനൽസും ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അത് അവനിൽ അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ജാങ്ങും ഇതൊരു ക്രിമിനൽ കേസാണ്, സോ ആ രീതിക്കൊക്കെ നിങ്ങളും പെരുമാറുന്ന അവരുടെ അടുത്തും പറയുന്നു. സയോണും താൻ ചെയർമാന്റെ കൊച്ചുമകനല്ല എന്ന സത്യമൊക്കെ എല്ലാവരുടെ മുമ്പിൽ തുറന്നു പറയുകയാണ്. എന്റെ ശരിക്കുമുള്ള പേര് പോലും സയോൺ എന്നല്ല, അതെല്ലാം തന്നെ ഫേക്ക് ആയിരുന്നു. എന്നെ കുറിച്ച് സത്യമായിട്ടുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് ഞാൻ വിവാഹം കഴിച്ചുവെന്നും എനിക്കൊരു വൈഫ് ഉണ്ട് എന്നതുമായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് എന്റെ വൈഫിനെ ഇത്രയും നാളും എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന വ്യക്തി തട്ടിക്കൊണ്ടൊക്കെ പോയിരിക്കുകയാണ്. ഇപ്പോൾ അവളെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും വിവരമൊക്കെ അറിയിക്കുകയാണെങ്കിൽ അത് ഉടനെ തന്നെ എന്നെ അറിയിക്കണം. എന്റെ വൈഫിന്റെ പേര് ഹീജു എന്നാണ്. അവളും പ്രസിഡന്റിന്റെ ഓഫീസിലെ സൈൻ ഇന്റർപ്രറ്റർ ആണ് എന്ന് അവൻ പറയുമ്പോഴത്തേക്കും ഓഫീസിലെ ആൾക്കാരും യൂറിയും ആ ഒരു വാർത്തയൊക്കെ കണ്ട് ആകെ ഷോക്ഡ് ആകുന്നു. ഇത്രയും കാലമായിട്ട് അവൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരു ലൈഫ് അവൾക്ക് കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അവളെ ഹാപ്പി ആക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുവാനായിട്ടുണ്ട്. അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതമൊക്കെ എനിക്കും അവൾക്ക് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും അവളെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ അവനും ആവശ്യപ്പെടുന്നു. അങ്ങനെ അവനും വളരെയധികം വിഷമിച്ച് തന്നെ അവളുടെ ഫോട്ടോ ഒക്കെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം മറ്റൊരു സീൻ കൂടി കാണിക്കുന്നു. ഹീജോ സയോണും കൂടി ചേർന്നിട്ട് കിസ്സൊക്കെ ചെയ്തതിന് ശേഷമാകട്ടെ സ്വന്തം ഐഡന്റിറ്റിയിൽ ജീവിക്കുവാൻ സാധിക്കാതെ സയോൺ എന്ന പേരിലൊക്കെയാണല്ലോ എനിക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. എന്തിനാണ് ഈ ഒരു ജീവിതമെന്നും എന്തിനാണ് ഞാൻ ജനിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പോലും എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നിന്നെ കണ്ടുമുട്ടുവാനായിട്ടായിരുന്നു ഞാനും ജനിച്ചിട്ട് പോലും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സയോണായിട്ട് എനിക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും പറയുന്നു. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.